ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഷോർട്ട് ബ്രേക്കപ്പ് സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. അതായത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡിസഗ്രിമെന്റ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും ഒരു ചെറിയ വാക്ക് തർക്കത്തിന് മേലൊക്കെ ആയിരിക്കും നമുക്ക് ബ്രേക്കപ്പ് ആവാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ രണ്ടുപേർക്കും ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു ചെറിയൊരു ഷോർട്ട് പീരീഡ് നോ കോണ്ടാക്ട് റൂളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആയിട്ട് വീണ്ടും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആളുകളായിരിക്കും. പക്ഷെ ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ബ്രേക്കപ്പ് ആയി എന്ന് പറയുന്ന ഒരു സമയത്ത് തന്നെ നിങ്ങൾ എടുത്തു ചാടിക്കൊണ്ട് പറയുകയോ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊരു പെർമനന്റ് ബ്രേക്കപ്പ് ആയിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളൊരു ബ്രേക്കപ്പ് ആയി അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവാം എന്നൊക്കെ പറയുമ്പോഴേക്കും അല്ലെങ്കിൽ കേൾക്കുമ്പോഴേക്കും എടുത്തു ചാടി ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് അല്ലെങ്കിൽ മിസ്റ്റേക്കുകളാണ് ഇനി പറയാൻ പോകുന്നത്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം, ദ ഒബ്സഷൻ ആൻഡ് മിസ് ഇന്റർപ്രിട്ടേഷൻ. അതായത് ബ്രേക്കപ്പ് ആയി എന്ന് കേൾക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നമുക്ക് ബ്രേക്കപ്പ് ആവാം എന്ന് പറയുമ്പോഴേക്കും അതിനെക്കുറിച്ച് അങ്ങ് വളരെയധികം ഒബ്സസ്ഡ് ആവുകയാണ്. ആ വ്യക്തിയെ കുറിച്ചായിരിക്കാം, റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം, ഒരുപാട് തോട്ട് വന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത് നിർത്താൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയുള്ള ഒരു ഒബ്സഷൻ തോട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒബ്സസ്ഡ് ആവുമ്പോഴാണ് പലപ്പോഴും മിസ് ഇന്റർപ്രിട്ടേഷൻ വരുന്നത്. അതായത് തെറ്റായ ഓരോ കാര്യങ്ങൾ മൈൻഡിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതായത് ആ വ്യക്തിന് തിരിച്ചു വരുമോ, ആ വ്യക്തിക്ക് വേറെ റിലേഷൻഷിപ്പ് ആയിട്ടുണ്ടായിരിക്കുമോ, എന്നെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ എന്നെ കുറിച്ച് നെഗറ്റീവ് ആയിരിക്കുമോ, അല്ലെങ്കിൽ എന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ ഈ ഒരു ഇപ്പൊ ബ്രേക്കപ്പ് ഒന്ന് പെട്ടെന്ന് പാച്ചപ്പ് ആക്കാൻ വല്ല ഇൻസ്റ്റന്റ് ആയിട്ട് വല്ല മാർഗങ്ങളുണ്ടോ, ഇത്തരത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തിങ്ക് ചെയ്ത് അവസാനം അത് നെഗറ്റീവിലേക്ക് ആയി പോകുമെന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു രീതിയിൽ തെറ്റായി മനസ്സിലങ്ങ് കുറിച്ചിടുകയും ചെയ്യും. പിന്നീട് ഇങ്ങനെയുള്ള ഒരു കാര്യം മൈൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രവൃത്തികളൊക്കെ അതിനെ റിലേറ്റ് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇത്തരത്തിൽ തെറ്റായ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സ്വയം ആലോചിച്ച് ചിന്തിച്ചു കൂട്ടുന്ന ഒരു പരിപാടി. അതേപോലെ തന്നെ ആ വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ നെഗറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ തിങ്ക് ചെയ്യാതിരിക്കുക. അതാണ് ആദ്യം സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യം. ഒരു പക്ഷെ ഇത് എടുത്തു ചാടിയാണ് പല ആളുകളും, അതായത് ബ്രേക്കപ്പ് എന്ന് കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ തെറ്റായി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അസ്യൂം ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതാണ് ആദ്യം സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ബ്രേക്കപ്പ് എന്ന് കേൾക്കുമ്പോഴേക്കും ദേഷ്യപ്പെടുന്നു, അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേര് വിളിക്കുക. ചിലപ്പോൾ അവരെ ഇതുവരെ വിളിക്കാത്ത എന്തെങ്കിലുമൊക്കെ പേരൊക്കെ ആയിരിക്കും വിളിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ പൊതുവെ വിളിക്കുന്ന ഒരു പേരുണ്ടായിരിക്കും, അവരുടെ ഒറിജിനൽ നെയിം ആയിരിക്കില്ല ചിലപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ ബ്രേക്കപ്പ് ആവാം എന്ന് അവർ പറയുമ്പോഴേക്കും ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വളരെ അഗ്രസീവായിട്ട് അവരെ പേരിങ്ങനെ വീണ്ടും വീണ്ടും മെൻഷൻ ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് പ്രൊവോക്ഡ് ആവാനുള്ള സാധ്യത ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ സ്നേഹം കുറഞ്ഞു പോയത് കൊണ്ടൊക്കെയാണ് അങ്ങനെ ഒരു പെട്ടെന്ന് റിയാക്ഷൻ വരുന്നതെന്നൊക്കെ തോന്നുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള നമ്മൾ ഉദ്ദേശിക്കാത്ത ഓരോ പേരുകൾ അല്ലെങ്കിൽ വളരെ ദേഷ്യത്തോടെ ഓരോ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത്. സോ ബ്രേക്കപ്പ് എന്ന് കേൾക്കുമ്പോഴേക്കും ഒരു അറ്റാക്കിംഗ് രീതിയിലുള്ള ഒരു പെരുമാറ്റം നമ്മൾ ഒഴിവാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് വളരെ സൗമ്യമായി സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി പറ്റിയത്, അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കപ്പ് ആവാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അവിടെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടായിരിക്കും. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് അനലൈസ് ചെയ്യാതെ അതിനെക്കുറിച്ചൊന്ന് റീതിങ്ക് ചെയ്യാൻ പോലും ഒരു ടൈം കണ്ടെത്താതെ ദേഷ്യപ്പെട്ട് വളരെ അഗ്രസീവായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും അത് വേഴ്സ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് പോകും. അതുകൊണ്ട് ഇങ്ങനെ വളരെ ദേഷ്യത്തോടെ അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള പെരുമാറ്റം ഉണ്ടെങ്കിൽ അതാണ് ഒഴിവാക്കേണ്ട രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമതായി, ഒരു പക്ഷേ ബ്രേക്കപ്പ് ആവാന്ന് പറഞ്ഞ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊന്ന് സൈലന്റ് ആയി ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അവർ മെന്റലി അതിനെ ഓക്കെ ആയിരിക്കില്ല, റിലേഷൻഷിപ്പ് വീണ്ടും മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു നോ കോണ്ടാക്ട് റൂളിലൊക്കെ ആണെങ്കിൽ എപ്പോഴെങ്കിലും ഇവരെ പുറത്ത് വെച്ച് കാണുകയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ കാണുകയോ എന്ന് വിചാരിക്കാം. എസ്പെഷ്യലി മറ്റൊരാളുടെ കൂടെയൊക്കെ കാണുമ്പോഴേക്കും ഇവർക്ക് ടെൻഷൻ ആവുകയാണ്, അല്ലെങ്കിൽ വീണ്ടും റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ ആ വ്യക്തി കംപ്ലീറ്റ്ലി മൂവ് ഓൺ ആയിട്ടുണ്ടായിരിക്കുമോ എന്നുള്ള രീതിയിലൊക്കെ ഇവര് സ്വയം ഗസ് ചെയ്ത്
പിന്നീട് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ സ്റ്റോക്ക് ചെയ്യുന്നു, ഇവരുടെ അപ്ഡേഷൻസ് അറിയാൻ വേണ്ടി കോമൺ ഫ്രണ്ട്സിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഇവരെ ചേസ് ചെയ്യുന്ന ഒരു പ്രവണത, ആ ഒരു ടെൻഡൻസി കൂടുതലായിട്ട് പലപ്പോഴും മണ്ടത്തരങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഓവറായിട്ട് സ്റ്റോക്ക് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒഴിവാക്കേണ്ട കാര്യമാണ്. കാരണം നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് റൂൾ ഒക്കെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് തുടങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ, അതായത് വേറൊരാളെ അവരുടെ കൂടെ കണ്ടു എന്നുള്ളതിന്റെ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്തൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫോട്ടോ കണ്ടതൊക്കെ ആയിരിക്കാം. അപ്പോൾ അതൊക്കെ ഒരു നെഗറ്റീവായ രീതിയിൽ ഇങ്ങനെ തെറ്റായി അസ്യൂം ചെയ്യാതെ അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നെക്സ്റ്റ്, പലപ്പോഴും വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ലെറ്റ് ദം വാക്ക് ഓൾ ഓവർ യു എന്ന് പറയുന്നത്. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ ബ്രേക്കപ്പ് ആയി എന്ന് കേൾക്കുമ്പോഴേക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അതെങ്ങനെയെങ്കിലും ആ റിലേഷൻഷിപ്പ് പിടിച്ചു നിർത്തിയേ പറ്റൂ എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ട് ലൈക്ക് അവരെന്താണോ പറയുന്നത് യു ആർ എഗ്രിങ് വിത്ത് ദം. അതായത് വാട്ട് എവർ ദേ സേ നിങ്ങൾക്കത് എഗ്രി ചെയ്യേണ്ടി വരുന്നു. ഞാൻ എഗ്രി ചെയ്യാം, ഐ ആം റെഡി ടു എഗ്രി വിത്ത് യു, അല്ലെങ്കിൽ നീ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാനത് ഓക്കെ ആണ് ചെയ്യാൻ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ലൈക്ക് ഒരു ഡോമാറ്റ് ആയി പോകുമെന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലൊരു ഡോമാറ്റ് ആവാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണോ വേണ്ടയോ, അല്ലെങ്കിൽ ന്യായമായ ഒരു കാര്യത്തിനാണോ, ആരുടെ ഭാഗത്താണ് ശരി, ഒന്നും ചിന്തിക്കാതെ അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാനത് ചെയ്യാം, അല്ലെങ്കിൽ നീ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാനത് ചെയ്യാം, എനിക്ക് റിലേഷൻഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് പിടിച്ചു നിർത്താം എന്ന് വിചാരിക്കുന്നത് ഒരു ഷോർട്ട് പീരീഡിലേക്ക് മാത്രമാണ്. കാരണം അങ്ങനെ നിങ്ങൾ ആ റിലേഷൻഷിപ്പ് പിടിച്ചു നിർത്തി കഴിഞ്ഞാലും ഒരു ബ്രേക്കപ്പ് ഇനി സംഭവിക്കില്ല എന്നുള്ളതൊന്നും നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് അവിടെ ഇടിഞ്ഞു പോകുന്നുണ്ട്. കാരണം അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഓക്കെയാണ്, അതായത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കാം അവർ ചെയ്യുന്നത് പറയുന്നത്. നിങ്ങൾ അതിനൊക്കെ അഗ്രീഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങളുടെ വാല്യൂ ഒക്കെ അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡോർമാറ്റായി മാറുന്ന ഒരു കാര്യം ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് റോങ് ആണ്. ഒരു ബ്രേക്കപ്പ് എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് റോങ് ആണ്. ഫൈനലി, ബ്രേക്കപ്പ് എന്ന് കേൾക്കുമ്പോഴേക്കും ടെൻഷനായിട്ട് അല്ലെങ്കിൽ വെറീഡ് ആയിട്ട് അവരെ നിരന്തരം കോൾ ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക, അതായത് കണ്ടിന്യൂസ്ലി അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ അവരെ കൊണ്ട് സംസാരിപ്പിക്കാനുള്ള ഒരു പ്രവണത. എന്തെങ്കിലും ഒന്ന് പറയാന്ന് പറഞ്ഞിട്ട് ഒരു 100 കണക്കിന് മെസ്സേജ് അയക്കുന്നു, 100 കണക്കിന് കോൾ ചെയ്യുന്നു. ഇത്തരത്തിൽ ഇവരെ നിരന്തരം ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവർക്ക് ഇങ്ങനെ ചെയ്യും തോറും അവർക്ക് ആ ഒരു സ്പേസ് കിട്ടുന്നില്ല, ഒരു ശ്വാസം മുട്ടലായിരിക്കും ആർക്കാണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക്. നേരെ മറിച്ച് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് അവർക്ക് കൊടുത്ത് ആ ഒരു തിങ്ക് ചെയ്യാനുള്ള ഒരു ടൈം ആർക്കാണെങ്കിലും കിട്ടണം. അപ്പൊ അത്തരത്തിലുള്ളൊരു ടൈം നമ്മൾ ആക്ച്വലി അവിടെ കൊടുക്കണം, അല്ലെങ്കിൽ അത് കിട്ടേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കോൾ ചെയ്തുകൊണ്ട് അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവാമെന്ന് കേൾക്കുമ്പോഴേക്കും എടുത്തു ചാടി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇങ്ങനെ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ആ റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആക്കാൻ സാധിക്കില്ല. കാര്യം കൃത്യമായിട്ടുള്ള ടൈമും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു റിലേഷൻഷിപ്പ് നമുക്ക് വീണ്ടും റീബിൽഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഒന്നും നമുക്കൊരു റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ട് റീബിൽഡ് ചെയ്യാൻ സാധിക്കില്ല. അതിന് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുകയും വേണം. സോ ഒരു ബ്രേക്കപ്പ് എന്ന് കേൾക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ലൈഫിൽ നേരിടേണ്ടി വരുമ്പോഴേക്കും ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ചെയ്യാതിരിക്കുക. പരമാവധി ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ ഒഴിവാക്കാൻ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്